ഒരു കാര്യം ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ. ഞാൻ റിസർച്ചേഴ്സ് നടത്തിയിട്ടുള്ള ഒരു എക്സ്പെരിമെന്റ് പറഞ്ഞുതരാം. സോ ഇവര് ഒരു റാറ്റിനെ ഒരു ബക്കറ്റ് ഓഫ് വാട്ടറിൽ ഇടലാണ് എക്സ്പെരിമെന്റ്. ഈ ബക്കറ്റ് ഓഫ് വാട്ടറിൽ ഒരു ചെറിയ പില്ലർ കൊടുത്തിട്ടുണ്ട് ഈ റാറ്റിനെ തങ്ങി നിൽക്കാൻ വേണ്ടിയിട്ട്. ഈ എക്സ്പെരിമെന്റ് സ്റ്റാർട്ട് ആയപ്പോൾ ഈ റാറ്റിനെ എടുത്തിട്ട് ഈ ബക്കറ്റ് ഓഫ് വാട്ടറിലിട്ട് ആൻഡ് റാറ്റ് പാനിക് ആവാൻ തുടങ്ങി, പേടിക്കാൻ തുടങ്ങി വെള്ളത്തിൽ. അപ്പൊ അത് നീന്തിയിട്ട് ആ പില്ലറിലെത്തി തങ്ങി നിൽക്കലാണ്. രണ്ടാമത്തെ എക്സ്പെരിമെന്റിൽ എന്താ ചെയ്യാന്ന് വെച്ചാല് ഈ പില്ലർ എടുത്ത് മാറ്റും, തങ്ങി നിൽക്കാൻ റാറ്റിനൊന്നുമില്ല. സോ റാറ്റ് അത് കഷ്ടപ്പെട്ട് നീന്താൻ തുടങ്ങി. ഒരു പോയിന്റ് എത്തിയപ്പോ മനസ്സിലായി റാറ്റിന് അവിടെ പില്ലർ ഇല്ലാന്ന്. സോ റാറ്റ് ഗിവ് അപ്പ് ചെയ്യാണ്, എന്നിട്ട് അതിൽ നിന്ന് മരിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ രണ്ടാമത്തെ എക്സ്പെരിമെന്റ് നോക്കിയപ്പോൾ റാറ്റിന് എനർജി ഫുൾ ബാക്കിയുണ്ട് അത്ര. സോ റിസർച്ച് ശരിക്കും നോക്കിയപ്പോൾ റാറ്റ് ഗിവ് അപ്പ് ചെയ്യാൻ കാരണം എനർജി ഇല്ലാത്തത് കൊണ്ടല്ല, അത് വിചാരിച്ച് ലൈക്ക് ദർ ഈസ് നോ യൂസ്, ദർ ഈസ് നോ പോയിന്റ്, ദർ ഈസ് നോ മീനിങ് ഇൻ സ്വിമ്മിങ്. അതിന് മനസ്സിലായി നീന്തിട്ട് എനിക്ക് കാര്യമില്ല, അതിനൊരു പില്ലർ തങ്ങി നിൽക്കാനില്ല എന്ന് മനസ്സിലായതുകൊണ്ട് മാത്രമാണ് അത് ഗിവ് അപ്പ് ചെയ്തത്. എനർജി ഇല്ലാത്തതുകൊണ്ടോ സ്കിൽ ഇല്ലാത്തതുകൊണ്ടല്ല, അതിനൊരു മീനിങ് ഒരു പോയിന്റ് ഇല്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ അത് ഗിവ് അപ്പ് ചെയ്ത്. പക്ഷെ ഇവിടെ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ഗിവിംഗ് അപ്പ് എന്ന് പറയുന്നത് ഒരു സ്റ്റെപ്പിലെ പ്രോസസ് അല്ല, 2 സ്റ്റെപ്പിലെ പ്രോസസ്സാണ്. രണ്ടാമത്തെ സ്റ്റെപ്പാണ് ഗിവിംഗ് അപ്പ് എന്ന് പറയുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാം, നമ്മളൊരു സാധനം ഗിവ് അപ്പ് ചെയ്യണമെങ്കിൽ അതിന് മുമ്പ് ഒരു തോട്ട് ഉണ്ടാവും, ഒരു ചിന്ത ഉണ്ടാവും. അത് ആലോചിച്ച് ബേസ് ചെയ്തിട്ട് മാത്രമാണ് നമ്മൾ ഗിവ് അപ്പ് ചെയ്യുക. സോ ഈ ഫസ്റ്റത്തെ തോട്ട് നെഗറ്റീവോ ഒരു പോയിന്റ് ഇല്ല, ഒരു മീനിങ് ഇല്ലാതെ തോന്നുമ്പോഴാണ് നമ്മൾ ഗിവ് അപ്പ് ചെയ്യല്. ആൻഡ് ഇത് നമുക്ക് ശരിക്കും അഡ്വാൻറ്റേജ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ അധിക സമയം ഹാർഡ് വർക്ക് ചെയ്യാത്തത് നമുക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ടോ എനർജി ഇല്ലാത്തതുകൊണ്ടൊന്നല്ല, ഒരു കാര്യം അറിയാത്തതുകൊണ്ടൊന്നല്ല, നമ്മൾക്ക് അതിലൊരു മീനിങ്ങോ ഒരു പോയിന്റോ ഒന്നും കാണാത്ത, ആ ഒരു മീനിങ്ങോ ഒരു പോയിന്റ് കാണാത്തതുകൊണ്ടാണ് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യാത്തത്. സോ ഇതിന് എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, നിങ്ങൾക്ക് പഠിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എല്ലാ ദിവസവും പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്, പഠിക്കാൻ പറ്റുന്നില്ല, ഹാർഡ് വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ അധിക സമയം സെറ്റ് ചെയ്യൽ ഇങ്ങനെ ആയിരിക്കും. ഞാൻ ഇന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഇന്ന് പഠിക്കുകയാണ്, ഇങ്ങനെ എല്ലാ ദിവസവും പഠിക്കുകയാണെങ്കിൽ എനിക്ക് 1 കൊല്ലം കഴിഞ്ഞാൽ അല്ലെങ്കിൽ 2 കൊല്ലം കഴിഞ്ഞാൽ ഈ കോഴ്സ് പാസ്സാകാൻ പറ്റുന്നതിന് പറയുന്നതിന് പകരം ഞാൻ ഇന്ന് 8 മണിക്കൂർ പഠിച്ചാൽ ഇന്നത്തെ ലാസ്റ്റ് 1 hour എനിക്ക് ഫ്രണ്ടിന്റെ കൂടെ ഹാങ് ഔട്ട് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഫേവറബിൾ ആയിട്ടില്ല, നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യമായിട്ട് ഒരു ഫേവറബിൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ, ഒരു പോയിന്റ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അതുമായിട്ട് കണക്ട് ചെയ്യാൻ ഇപ്പൊ നോക്കും. ഇന്ന് 8 മണിക്കൂർ പഠിച്ചിട്ടില്ലെങ്കിൽ ഫ്രണ്ടായിട്ട് ഹാങ് ഔട്ട് ചെയ്യാൻ പറ്റില്ല. 8 മണിക്കൂർ പഠിച്ചു കഴിഞ്ഞാൽ ഫ്രണ്ടിലൂടെ ഹാങ് ഔട്ട് ചെയ്യാൻ പറ്റും. സോ ഇങ്ങനെയാണ് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുക. നമ്മൾ ബ്രെയിനെ ട്രിക്ക് ചെയ്യലാണ്. അധിക സമയം എനർജി ഇല്ലാത്തത്, ഹാർഡ് വർക്ക് ചെയ്യാൻ എനർജി ഇല്ലാത്തത് ശരിക്കും എനർജി ഇല്ലാത്തത് കൊണ്ടല്ല, നിങ്ങൾക്ക് ആ ഒരു തോട്ട് വരുന്നോണ്ടാണ്. ഇതിന് മീനിങ് ഒരു പോയിന്റ് ഇല്ലല്ലോ. സോ ആ തോട്ടിനെ ട്രിക്ക് ചെയ്യലാണ് നമ്മൾ ശരിക്കും ഹാർഡ് വർക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത്.